ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തമ്പനയിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളാണെങ്കിൽ ഇവളെ ഈ പ്രൈമറി വിടാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ, LKG ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ഇവിടുന്ന് ഒരു 2 വളവിനപ്പുറമുള്ളൊരു സ്കൂളിലാണ് കേട്ടോ വിടുന്നത്. ഒരുക്കക്കാരിയാണെങ്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചീപ്പും കൊണ്ട് പോകാനുള്ള പുറപ്പാടായിരുന്നു. ചീപ്പ് ഞാൻ വെക്കുമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ പിന്നെ ഏട്ടൻ പിടിച്ച് വാങ്ങിച്ച് വെച്ചു കേട്ടോ. ഒരു തരത്തിൽ ഞാൻ കാറിനകത്ത് വണ്ടിക്കകത്ത് കയറിയിട്ട് ഒരുങ്ങാനാന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഒരു തരത്തിന് പിടിച്ച് വാങ്ങിച്ച് വെച്ചു. പിന്നെ ഇത് മേളത്തെ വീട്ടിലത്തെ ചേട്ടൻ്റെ കുറേ സാധനങ്ങളാണ് കേട്ടോ പുറത്ത് കിടക്കുന്നത്. ബേസ് ബോർഡ്, ആളുടെ ബിസിനസ്സിൻ്റെ പരമായിട്ടുള്ള സാധനം ബേസ് ബോർഡൊക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഏട്ടൻ വണ്ടി എടുത്തിട്ടോ, ബൈക്കിൽ പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരുത്തനാണെങ്കിൽ അവക്കാണെങ്കിൽ ബൈക്കിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ. രാവിലെ ഇവനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലൊക്കെ പോയിട്ടാണ് നമ്മൾ ഈ പുറപ്പാട് രണ്ടാമത് പുറപ്പെടുന്നത്. അപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഏട്ടനാണെങ്കിൽ ഫോണിനകത്തോട്ട് നോക്കൂല കേട്ടോ. ഫോണിനകത്ത് നോക്കുന്ന ഭയങ്കര അലർജിയുള്ള ആളാണ് ഏട്ടൻ. അപ്പം ഏട്ടൻ ഇങ്ങനെ മോൻ വീർപ്പിച്ച് വെച്ചതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മീൻസ് ഇങ്ങോട്ടും നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വിളിച്ച് കാണിച്ചിട്ട് നോക്കുന്നില്ല. അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. പിന്നെ കുഞ്ഞിനെ ഇങ്ങനെ വിളിച്ച് കാണിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ്. ആദ്യമായിട്ട് അംഗനവാടി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ കടക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ അല്ലാതെ സാധാ ഇംഗ്ലീഷ് മീഡിയമാണ് കേട്ടോ വിടുന്നത്. LKG UKG ആണ് വിടാൻ പോകുന്നത്. നമ്മുടെ അടുത്ത് തന്നെ ഒരു ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ വിടുന്നത്. നമ്മളല്ലാതെ കുറേയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും തൽക്കാലം LKG കൊണ്ടൊക്കെ ചേർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ആണെങ്കിൽ മറ്റേ ഇപ്പം സ്കൂളുകളെല്ലാം ഇങ്ങനെ പ്ലേ ഏരിയ കുറേ ഉണ്ടല്ലോ, കുറേ സാധനങ്ങൾ. ഇത് കാണുമ്പോഴത്തേനും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവിടെ പോയി ഇന്ന് കളിയൊക്കെ ആയിരുന്നു. ഏട്ടനതാ ഇവിടെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 പേര് അപ്പുറത്തെ സൈഡിൽ ഓടിയിട്ടുണ്ട് കളിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ട്. ഇവിടെ ആണെങ്കിൽ ഒന്നാമത് മഴ പെയ്തിട്ട് എല്ലാം നനഞ്ഞു കുടിച്ച് കിടക്കുകയാണ് കേട്ടോ. എല്ലാത്തിനകത്തും വെള്ളമാണ്. എല്ലാ കളിപ്പാട്ടത്തിനകത്തും കുറേയൊക്കെ വെള്ളമുണ്ട്. പിന്നെ ഒരു തരത്തിൽ ഞാൻ പിടിച്ചു വെച്ചിട്ട് പിന്നെ ഇവിടെ താറാവ് പോലുള്ള സാധനത്തിനകത്താണ് കേട്ടോ. അവർ വെള്ളം ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണെങ്കിൽ പിന്നെ കാശിയ ആദ്യമേ ഇതിനകത്ത് കയറ്റിയത്. ആദ്യമേ ഇവരിങ്ങനെ കുറേ കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വന്നു കഴിഞ്ഞിട്ടാണ് പിള്ളേർ ഇതിനകത്ത് കയറാൻ തുടങ്ങിയത്. ഞാനിങ്ങനെ നിൽക്കുന്നതല്ലാതെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ വെയിൽ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടൻ വന്നപ്പോഴത്തേനും കാശി അതിനകത്ത് പിടിച്ച് കയറ്റി. കാശി കയറി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞിക്കും കയറണം എന്നൊരാഗ്രഹം. അതുവരെ അവൾ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൾക്ക് പിന്നെ സ്ലിപ്പായിട്ട് വരുന്ന സാധനങ്ങളില്ല, ഓരോന്ന് പേരുണ്ട്, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അതിനകത്തൊക്കെ കയറാനായിരുന്നു അവൾക്ക്. ഇങ്ങനെ സ്റ്റെപ്പ് കയറി മേലെയും താഴോട്ട് ഒഴുകി വരാൻ നിൽക്കുകയായിരുന്നു താല്പര്യം. പിന്നെ അതെല്ലാം വെള്ളം ആയതുകൊണ്ട് കൂടുതലും നമ്മൾ അങ്ങോട്ട് കയറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഊഞ്ഞാലിലൊക്കെ ആണെങ്കിൽ നിറച്ച് വെള്ളമാണ്. ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്നിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന്. താഴെ ആണെങ്കിൽ പണിക്കാരുണ്ട്, എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഇടയ്ക്ക് ഇവിടെ പ്രൈമറിയുടെ എന്തോ ഉദ്ഘാടനമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ പിന്നെ ഈ സാധനത്തിനകത്ത് ഭയങ്കര പേടിയാണ് കേട്ടോ. കുഞ്ഞ് കിടന്ന് കരയാണ് കേട്ടോ, ഇറക്കുക പറഞ്ഞിട്ട്. പക്ഷേ പേടിക്കാന്നല്ല, ഇതെല്ലാം കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചേക്കുന്നതാണല്ലോ. പക്ഷെ അവക്കിങ്ങനെ പൊങ്ങുമ്പോഴത്തേനും ഭയങ്കര പേടി. പിന്നെ ഇതൊക്കെയാണെങ്കിൽ ചാടി കയറി കളിക്കായിരുന്നു. ആ ഒരു സാധനത്തിനകത്ത് പേടിയുള്ളവൾ ഇതിനകത്ത് ചാടി ഇറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളും പിന്നെ കുറേ പിള്ളേർ നമ്മളിങ്ങനെ പാർക്കിലൊന്നും പോയിട്ട് കുറേ കാലമായല്ലോ. അപ്പോൾ ഒരു പാർക്കിൽ പോയൊരു പ്രതീതിയാണ് പിള്ളേർക്ക്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊരു പാർക്കിൽ വന്നൊരു പ്രതീതിയാണ് കേട്ടോ. പിന്നെ പോന്നപ്പോൾ ഈ തവളക്കുട്ടനെ എടുത്ത് കുളത്തിലിടട്ടെ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടേക്ക്, നമുക്ക് എടുക്കണ്ട, പാവമല്ലേ, അതവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. ഒരു തരത്തിൽ വിളിച്ചുകൊണ്ട് വന്നതാണ്. അവിടെ പള്ളിയുടെ സൈഡ് ഉള്ള വണ്ടി എല്ലാം സ്കൂളിലോട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ പാർക്ക് ചെയ്തൊക്കെ. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു തിരിച്ചിറങ്ങുമ്പോൾ. പോകുമ്പോഴും അതുപോലെ തന്നെ, തിരിച്ചിറങ്ങുമ്പോഴും അതുപോലെ തന്നെ. പിന്നെ അവിടെ ഇരുന്നിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ വിളിക്കും എന്ന് പറഞ്ഞു, വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ജൂൺ 1 പോലെ നമ്മുടെ കുട്ടിയും ഒരു സ്കൂൾ കുട്ടിയായിട്ട് മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു മുട്ടായൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോഴത്തേക്കും കാശ് ഇറങ്ങിയിട്ടുണ്ട്. എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാതെ എല്ലാവർക്കും